അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കും. സാർ ഇതിന് ഉത്തരം പറയൽ നിർബന്ധമാണ്. ആര് കപ്പടിക്കും? ആര് കപ്പടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ അർജൻറ്റീനയുടെ കഴിഞ്ഞ ഇംഗ്ലണ്ടിനുള്ള സെമി ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൺഫ്യൂസഡാണ്. ഇപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പ് വരെയുള്ള നോക്കൗട്ട് സ്റ്റേജിലുള്ള അർജന്റീന പെർഫോമൻസ് കഴിഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞു അർജന്റീന ഏതുവരെ എത്തുമെന്നുള്ളതിന് എപ്പോഴും സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇംഗ്ലണ്ട് പോലെ ടീമിനെതിരെ ഇപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ ഫ്രാൻസിന് നമ്മൾ ആയിട്ട് കളിച്ച കളി കണ്ടു, ഗോളുകളുടെ ഒരു പെരുമഴയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇംഗ്ലണ്ടിനെ മറികടന്നു ഇപ്പോൾ അർജന്റീന കളിച്ചു. അതായത് അവസാനത്തെ സെക്കൻഡ് ഹാഫിൽ കളിച്ച കളി രീതി കണ്ടു. അപ്പോൾ നമ്മൾ സ്പെയിനിനെ ഞാനൊരിക്കലും സ്പെയിന് കപ്പെടുക അർജന്റീന ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസത്തെ ആ ഒരു മാച്ച് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ സ്പെയിനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ വളരെ ടെക്നിക്കലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ട് ടീമാണ്, യൂറോപ്യൻ ചാമ്പ്യൻസ് ആണ് ഒക്കെ രീതിയിലൊക്കെ പറയും ഒരുപാട് പ്ലേയേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും സ്പെയിന് തന്നെ വിജയിക്കും എന്ന് പറയാനും പറ്റില്ല. അവിടെ നമുക്ക് പറയാവുന്നത് സ്പെയിനിന് ഒരു എഡ്ജ് ആ മേഖലയിലുണ്ട്, എന്നാൽ അർജന്റീന ഇങ്ങനെ തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. ഇതിലിപ്പോൾ ജേതാക്കളെ ഞാൻ പറയണം നിർബന്ധമാണ്. അത് എന്ത് സംഭവിക്കാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ്, അല്ലാതെ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണല്ലോ എന്നുള്ളത് കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, എന്റെ ഹാർട്ട് പറയുന്നത് അത് ഒരു സേഫ് ഗെയിമാണ്. അതല്ല പറയുന്നത്, എന്റെ സത്യം പറയണം. ആക്ച്വലി എന്താ പറയുമ്പം ഞാന് അതായത് അർജന്റീന ഈ വസ്തുത പറയണമെന്നുണ്ടെങ്കിൽ അർജന്റീന ടൂർണമെന്റ് ഫൈനലിലെത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മെസ്സി ഈവൻ ഈ ഫിഫ കപ്പ് കളിക്കുന്ന പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് മാത്രല്ല, മെസ്സി അത്യുജ്വലമായിട്ട് പെർഫോം ചെയ്തു ഈ ടൂർണമെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കളിച്ചിട്ട് ഇതേവരെ ആക്ച്വലി ബാലൻഡിയോറിനുള്ള സാധ്യത, ഗോൾഡൻ ബോൾ ഒക്കെ നിലനിൽക്കുകയാണ് 39-ാം വയസ്സിൽ. അപ്പൊ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജന്റീന കളിക്കും കൂടി ചെയ്തോണ്ടാണ്, കളിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല, ഇംഗ്ലണ്ടിനെതിരെ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മനസ്സ് പറയുന്നത് ഇത് അർജന്റീന ജയിക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അതേസമയം വേറെ ഒന്ന് എന്റെ ബ്രെയിന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. സ്പെയിൻ എന്ന് പറഞ്ഞ ടീമിന്റെ നിലവിലുള്ള പെർഫോമൻസ് അവരുടെ ക്വാളിറ്റിയും വെച്ചിട്ട് സ്പെയിൻ അവിടെ വിജയിച്ചേക്കാം, അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. എൻ്റെ കരളെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഹൃദയം ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് കരളും ഹൃദയം ഒക്കെ നമ്മൾ ആ രൂപത്തിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ നെഞ്ചിന് പ്രാധാന്യം കൊടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഞാൻ കരളും ഹൃദയം ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. പക്ഷേ അർജന്റീന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ഔട്ടിൽ അർജന്റീന ജയിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അർജന്റീന ജയിക്കും, ഏതായാലും എന്ത് സംഭവിക്കട്ടെ. അത് തമാശയായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രണ്ടും നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ കാത്തിരിക്കാം. ലിയോ മെസ്സി ആ കപ്പും കൊണ്ട് പടിയിറങ്ങുകയാണെങ്കിൽ അതൊരു ഫെയറി ടെയിൽ എൻഡ് ആയിരിക്കും.